എല്ലാ സ്നേഹിതരെയും ദാസ് ഫേമസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ കോളനി ഡിവിഷൻ ചെയ്തു. കോളനി ഡിവിഷൻ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ഫുൾ സ്ട്രെങ്തുള്ള ബി സ്ട്രെങ്തുള്ള തേനീച്ചക്കൂട്ടിന് കൊടുക്കുന്ന ഫീഡും ബി സ്ട്രെങ്ത് കുറഞ്ഞ കോളനിക്ക് കൊടുക്കുന്ന ഫീഡിൻ്റെയും ക്വാണ്ടിറ്റിക്ക് വ്യത്യാസമുണ്ട്. അഥവാ ഫീഡ് കൂടിപ്പോയാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. കാര്യമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ കോളനിക്ക് കൊടുത്തതാണ്. അപ്പോൾ ഒരു പരീക്ഷണ അർത്ഥത്തിൽ ഇത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ കൂടുതൽ കൊടുത്തത്. അപ്പോൾ അത് ഇന്ന് ഞാൻ തുറന്നപ്പോഴത്തേക്ക് അത് ഫുള്ളായിട്ട് അത് കുടിച്ചിട്ടില്ല. ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഇതിനകത്ത് ഫീഡ് കിടപ്പുണ്ട്, 1-2 ബീസ് ചത്ത് കിടപ്പുണ്ട്. ഇതിൽ കൂടുതലും ചിലപ്പം ചത്ത് കാണും. അതിനകത്ത് തേനീച്ച ക്ലീൻ ചെയ്ത് കാണും. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കോളനി 3 ഫ്രെയിമേ ഉള്ളൂ. പുതിയ ക്യൂനാണ് കണ്ട ക്യൂൻ സെല്ല് ഞാൻ കൊടുത്തു. ക്യൂൻ സെല്ല് ഇത് അവിടെ നിന്ന് വിരിഞ്ഞിറങ്ങിയത് കാണാം. വിരിഞ്ഞിറങ്ങി ഇതിനകത്ത് ക്യൂനുണ്ട്. പക്ഷേ ഇതിനകത്ത് പോപ്പുലേഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് കുറവാണെങ്കിലും നമ്മൾ ക്യൂനുണ്ട് നല്ല ഇതെന്നും പറഞ്ഞിട്ട് കൂടുതൽ അതിന് ആഹാരം ഒഴിച്ചു കൊടുക്കരുത്. നമുക്കിപ്പോൾ 3 ഫ്രെയിമേ ഉള്ളെങ്കിൽ 3 ഫ്രെയിമിനുള്ള പകുതി ഡിഷ് നമ്മൾ ഫുൾ സ്ട്രെങ്ത് ഉള്ളപ്പം മുഴുവൻ ഡിഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബി സ്ട്രെങ്ത് ഇത് ഡിവിഷൻ ചെയ്ത് ബി സ്ട്രെങ്ത് കുറയുമ്പം ഹാഫ് മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഫീഡ് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനകത്ത് വീണ അല്ലെങ്കിൽ ചത്തുപോവും, പിന്നെ കുടിക്കാതെ ഇരിക്കും, ഉറുമ്പ് കയറും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളതിന് കുറേശ്ശെ മാത്രം നമ്മളത് കൊടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഇനിയും വരും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.